കൊടിയത്തൂർ ഒരു വാർത്തയുമായാണ് മേഘാ മാധവൻ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ വന്നിട്ടുള്ളത്. എന്താണ് കൊടിയത്തൂരിലെ ബാങ്കിനെതിരെ ഭരണ സമിതിക്കെതിരെ CPIM ഉന്നയിക്കുന്ന ആരോപണം? ഇത് സംബന്ധിച്ച് ഫോൺ സംഭാഷണങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലുള്ള ആരോപണങ്ങൾ, ഏത് രീതിയിലുള്ള പരാതിയാണ് ഈ ബാങ്കിനെതിരെ മുന്നോട്ട് വരുന്നത്? വിനിഷ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ കോട്ടമ്മൽ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിൽ കോഴ വാങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണം, കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സംഭാഷണമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ നിലവിൽ CPIM തീരുമാനം എടുത്തിരിക്കുന്നത്. 12,000 രൂപ ഓണറ്റേറിയം കിട്ടുന്ന നിയമനത്തിന് 50,000 രൂപയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ കോഴ ആവശ്യപ്പെട്ടത്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട് 7ാം വാർഡ് മെമ്പർ കരീം പഴങ്കലും കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണിയും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ വ്യക്തമാണ്, കുറച്ചു പണം പഞ്ചായത്തിലേക്കും മറ്റ് കുറച്ചു പണം കോൺഗ്രസിന്റെ കുറ്റവിചാരണ സദസ്സിലേക്കും ഉപയോഗിക്കണം എന്നതായിരുന്നു ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ നിരവധി നിയമനത്തിൽ പണം വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന ഒരു വരി കൂടി ഈ സംഭാഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ തെളിവാണ് കോഴ ചോദിച്ചു എന്നതാണ് CPIM മുൻപോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി നിലവിൽ പിരിച്ചുവിടണം എന്നൊരാവശ്യം CPIM മുൻപോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾ നടത്താനാണ് നിലവിൽ CPIM തീരുമാനം. ഈ കോൺഗ്രസ് നേതാക്കൾ കോഴ ആവശ്യപ്പെട്ടു, കോഴ ചോദിച്ചു എന്ന് ഉദ്യോഗാർത്ഥിയുടെ പിതാവും സമ്മതിക്കുന്നുണ്ട്. തൻ്റെ വീട്ടിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ വന്നു. അവർ പണം ആവശ്യപ്പെട്ടു. പക്ഷേ തനിക്ക് പണം കൊടുക്കേണ്ട ആവശ്യം, പണം കൊടുത്ത് തൻ്റെ കുട്ടിയെ ജോലിക്ക് കയറ്റേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നതാണ് ആ പിതാവും പറയുന്നത്. ഏതാണ്ട് കൃത്യമായി തന്നെ ഈ ഉദ്യോഗാർത്ഥിയോട് കോഴ വാങ്ങി എന്നത് വ്യക്തം. അതിനൊപ്പം തന്നെ മറ്റ് പല നിയമനങ്ങളിലും കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി കോഴ വാങ്ങി എന്നതാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ CPIM ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ, KPCC ഒക്കെ തന്നെയും ഇതിനു മറുപടി പറയണം. കാരണം ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് കോഴ ആവശ്യപ്പെടുന്നത്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതൊരു ആരോപണം മാത്രമല്ല, കൃത്യമായ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണം എന്നൊരാവശ്യം, ഒപ്പം തന്നെ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിടണം എന്നൊരാവശ്യം കൂടിയാണ് പഞ്ചായത്തിലെ CPIM നിലവിൽ മുൻപോട്ട് വെക്കുന്നത്. വിനിഷ. ശരി മേഘ, വ്യക്തമാണ്. കൊടിയത്തൂർ പഞ്ചായത്തിൽ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് ഭരണസമിതി പിരിച്ചുവിടണമെന്നടക്കമുള്ള ആവശ്യങ്ങളും പരാതികളുമാണ് CPIM ഉന്നയിക്കുന്നത്. ഇത് അവരുടെ പരാതി ഉന്നയിക്കുന്ന തരത്തിൽ, അവരുടെ പരാതി തെളിയിക്കുന്ന തരത്തിൽ, സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് CPIM ഇത്തരത്തിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിടണമെന്നാണ് CPIM ഉന്നയിക്കുന്ന ആവശ്യം. മേഘാ മാധവനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി വന്നത്.